ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന അനുഭവങ്ങളാണിപ്പോൾ CPM-ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM-ലെ വലിയ വലിയ വിപ്ലവകാരികളെന്ന് അവകാശപ്പെടുന്ന ചില നേതാക്കളൊക്കെ ഇപ്പോൾ വിപ്ലവമെല്ലാം ഉപേക്ഷിച്ച് BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു വലിയ ദുരന്തം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ദുരന്തമാണ് ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ദേവികുളം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ തോട്ടം തൊഴിലാളി മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന മുൻ MLA കൂടിയായ S. രാജേന്ദ്രൻ ഇപ്പോൾ CPM സലാം പറഞ്ഞ് BJP-യിൽ ചേരുന്നതായിട്ടുള്ള വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ CPM-ന് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് ഈ രാജേന്ദ്രന്റെ ചുവടുമാറ്റം എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മഹാരാജാവ് എന്നറിയപ്പെടുന്ന മണിയാശാൻ ഇപ്പോൾ ഏതാണ്ട് രാഷ്ട്രീയ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവുമൊക്കെ അദ്ദേഹത്തിന് ഇനിയും അംഗം പയറ്റാനായി സഹായിക്കുമോ എന്ന കാര്യത്തിൽ വളരെയേറെ സംശയമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹമൊക്കെ വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള ശ്രീ S. രാജേന്ദ്രൻ പ്രത്യേകിച്ച് തമിഴ് വംശരായിട്ടുള്ള തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന CPM-ന്റെ ഒരു മുന്നണി പോരാളി തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം CPM-വുമായി വളരെയേറെ അഭിപ്രായ വ്യത്യാസത്തിലാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പലവിധ വിഷയങ്ങളിൽ CPM വല്ലാതെ ഉഴലുന്നതായ ഒരു ഘട്ടത്തിലാണ്. അദ്ദേഹവുമായി ഇനിയും പൊരുത്തപ്പെട്ടു പോകാൻ പാർട്ടിക്ക് കഴിയില്ല, അദ്ദേഹത്തിനും പാർട്ടിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഇപ്പോൾ അദ്ദേഹം BJP-യിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടായിട്ടില്ല. BJP നേതാക്കന്മാരുമായി ചർച്ച നടത്തിയെന്നുള്ളത് അദ്ദേഹം മാധ്യമങ്ങളോട് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേതൃനിരയിൽ ഒരു മുൻ MLA കൂടിയായ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമില്ല. കാരണം ഒരു മുൻ MLA-യും പാർട്ടിയുടെ മുൻനിര നേതാവുമായിരുന്നയാൾ BJP നേതാക്കളുമായി സംസാരിക്കുന്നത് എന്തെങ്കിലും സ്വകാര്യ വിഷയമായിരിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് BJP-യിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ് ഇത് CPM-ഉം കണക്കാക്കുന്നത്. BJP-യും ആ മട്ടിലാണ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ഒരുപക്ഷെ മണിക്കൂറുകൾക്കകമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകമോ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായവും തീരുമാനവും പുറത്തു വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശ്രീ S. രാജേന്ദ്രൻ സഞ്ചരിക്കുന്നത് BJP പാതയിലൂടെയാണ്. BJP-യിൽ എത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എന്തായാലും അദ്ദേഹത്തിന് മുൻകാലങ്ങളിലുള്ളതുപോലെ CPM-ൽ ഒരു ഇടമിനിയും തുടർന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തെ പ്രാന്തവൽക്കരിക്കാനായി CPM കുറെ നാളായി ശ്രമിക്കുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ മുൻനിരയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം സഹിയിട്ട് ഇനിയും അങ്ങനെ ഭിക്ഷയാചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പരിസരത്ത് കിടക്കേണ്ട ആവശ്യമില്ല എന്ന ബോധമാണ് അദ്ദേഹത്തെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇപ്പോൾ CPM ഈ തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഈ തരത്തിൽ ഉള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൽ നിന്ന് ഈ അടുത്ത കാലത്താണ് ചില സഹയാത്രികൾ മാധ്യമങ്ങളിലൊക്കെ CPM-നെ കടുത്ത വീറോടുകൂടി പ്രതിരോധിച്ചിരുന്ന ചില സഹയാത്രികരൊക്കെ പാർട്ടി വിട്ട് അവരിപ്പോൾ BJP-യുടെ അഭയം തേടിയിരിക്കുന്നത്. അതുപോലെ ചില സഹയാത്രികർ ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരല്ല, അതിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ പേരിൽ ലഭിച്ചിരുന്നതായിട്ടുള്ള സംരക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പറ്റിയ ശമ്പളവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഗൾമാനെയൊക്കെ ഉപേക്ഷിക്കുന്നുവെന്ന് പരിഹാസിച്ചുകൊണ്ട്
പരിഹാസത്തിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ CPM-നോട് വിട പറയുന്ന മറ്റു ചില സഹയാത്രികരെയും ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഈ സമയത്ത് ഏതാണ്ട് ഒരു ദുർദശയുടെ കാലമാണെന്ന് പറഞ്ഞാലും അധികപ്പറ്റാവുകയില്ല. മുൻ MLA പാർട്ടി വിട്ട് ഇതിനോടകം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ CPM-ന്റെ പല ബ്രാഞ്ച് ഏരിയ പ്രവർത്തകരും സെക്രട്ടറിമാരും ഒക്കെ കളം ചവിട്ടി, കളം മാറ്റി. ചില ആളുകളൊക്കെ CPM-ൽ നിന്ന് പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളിൽ ചേർന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ CPM-ന്റെ മുൻ നേതൃനിരയിൽ നിന്നൊക്കെ BJP-യിൽ അഭയം തേടിയിട്ടുണ്ട്. ആകെ കൂടെ ഒരു ദുർദശയുടെ കാലഘട്ടത്തിൽ CPM ഇപ്പോൾ വല്ലാതെ വിഷമിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ ഇടുക്കിയിലെ S. രാജേന്ദ്രന്റെ CPM-ൽ നിന്നുള്ള വിടപറച്ചിൽ. അത് പാർട്ടിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പാർട്ടിയുടെ പിൻബലമായിരുന്ന ഈ പറയുന്ന തോട്ടം മേഖലയിലെ തമിഴ് വംശജരായ തൊഴിലാളികളുടെ ഇടയിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിരുന്ന അനേകം ആളുകൾ ഒരുപക്ഷെ ഈ രാജേന്ദ്രനോടൊപ്പം തന്നെ BJP-യിൽ പോയി എന്ന് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളുമായി യോജിച്ചോ അതിൽ ചേർന്ന് പ്രവർത്തിച്ചോ എന്ന് വരാം. എന്തായാലും CPM-ന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഇടുക്കി ജില്ലയിൽ ഒഴുകി പൊക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഇപ്പോൾ S. രാജേന്ദ്രന്റെ പാർട്ടിയിൽ നിന്നുള്ള വിടപറച്ചിൽ. അത് വല്ലാതെ പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കും. അവിടുത്തെ ശ്രീ MM മണിയൊക്കെ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അദ്ദേഹത്തിന് പിന്നെ ഏത് രാത്രിയിലും വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം CPM ഇല്ലാതെ കേരളം ഒരു കാലത്തും വികസിക്കുകയില്ല എന്ന് ആണയിട്ട് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ്. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ഒരു നാടൻ ശൈലി പ്രയോഗത്തിലെ വിദഗ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനൊക്കെ വലിയ വില ഒരുപക്ഷെ പാർട്ടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പാർട്ടി വില കൊടുക്കേണ്ടി വന്നാലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. രാജേന്ദ്രനെ പലവട്ടം തന്നെ അദ്ദേഹം പ്രത്യക്ഷമായും പരോക്ഷമായും അപഹസിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പരിഹാസം മൂർധന്യത്തിലാകാനുള്ള വഴിയും രാജേന്ദ്രൻ ഒരുക്കി തുടങ്ങി. അദ്ദേഹത്തിന്റെ BJP-യിലേക്കുള്ള പ്രവേശം വൈകാതെ ഉണ്ടാകും. അങ്ങനെ ആകെ കൂടി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകളെ അടർത്തിക്കൊണ്ടു പോകാൻ ചില കൗശലങ്ങൾ BJP പ്രയോഗിക്കുന്നുണ്ട് എന്നതും പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ അടുക്കും തോറും ഇതുപോലെയുള്ള കാലുമാറ്റങ്ങളും കളം മാറ്റങ്ങളും കുതിര കച്ചവടങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കുതിര കച്ചവടങ്ങൾ നടത്തുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്കൊരു മനസാക്ഷി തെറ്റുമില്ല, മനസാക്ഷി കുറ്റമില്ല. അവർ നിർബാധം ഇതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ ആളുകളെ അടർത്തിയെടുത്തി എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കണം, അക്കൗണ്ട് തുറക്കണം എന്നുള്ള നെട്ടോട്ടത്തിലാണ്. അതിനൊടുവിൽ അവരുടെ വലയിൽ വീണതാണ് ഇടുക്കിയിലെ S. രാജേന്ദ്രൻ. അത് യഥാർത്ഥത്തിൽ CPM-നുള്ള ഒരു വലിയ തിരിച്ചടിയാണ്. BJP-ക്ക് അത് എത്രമാത്രം നേട്ടമുണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും BJP-യുടെ ഈ തന്ത്രങ്ങൾ അവർ തുടർന്നും ഇനിയും കേരളത്തിലാകെ പ്രയോഗിക്കും. അവർ പലരെയും വലയിലാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പിന്നാമ്പുറത്തെ വാർത്ത. ആ വലയിൽ ആരൊക്കെ വീഴുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും കൂടുതലായിട്ടുള്ള ആ പ്രവാഹം ഉണ്ടാകുന്നത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് CPM-ൽ നിന്നായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ.